ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഞാൻ നിന്നെ സഹായിക്കും എന്നരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മെ ഇന്നും സഹായിപ്പാൻ നമ്മുടെ ദൈവം കഴിവുള്ളവനാകുന്നു, മതിയായവനാകുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം നമുക്ക് വായിക്കാം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ പരീക്ഷിക്കപ്പെട്ടു. മാത്രമല്ല, താൻ കഷ്ടം അനുഭവിച്ചു. പലവിധമായ കഷ്ടങ്ങൾ യേശു അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതെ, ചില പരീക്ഷാഘട്ടങ്ങളിലൂടെ, ചില കഷ്ട അനുഭവങ്ങളിലൂടെ നാമും കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട്, നമ്മുടെ സ്വന്തം മിടുക്കുകൊണ്ട്, നമ്മുടെ സ്വന്തം സാമർഥ്യം കൊണ്ട് ആമേൻ സ്തോത്രം ഇതിൽ നിന്ന് ആമേൻ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു വിടുതൽ പ്രാപിക്കാം എന്ന് കരുതി നാം നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ ഇടയായി തീരും. എന്നാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായ യേശു കർത്താവിൽ നാം വിശ്വസിക്കുമെങ്കിൽ, ആ യേശു കർത്താവിൻ്റെ പാത നാം പിൻഗമിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ എല്ലാവിധമായ ആമേൻ സഹായത്താലും നമ്മെ നിറയ്ക്കും. അതിവിടെ നാം വായിക്കുന്നു, താൻ തന്നെ പരീക്ഷിതനായി. യേശു പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടു, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. യേശു അത് തൻ്റെ വചനത്താൽ, ദൈവവചനത്താൽ ജയിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പല പരീക്ഷകൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരൊക്കെ ഒത്തിരി പ്രാവശ്യം യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് കടന്നു വന്നു നമ്മൾ വായിക്കുന്നു. അതുപോലെ യേശു അനുഭവിച്ച കഷ്ടം ഈ ഭൂമിയിൽ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അത്രമാത്രം കഷ്ടപ്പാടുകളും വേദനകളും യേശു തൻ്റെ ശരീരത്തിലും മാനസികമായും യേശു അനുഭവിക്കുവാനിടയായി തീർന്നു. എല്ലാവരും യേശുവിനെ ഒറ്റപ്പെടുത്തി. അത് തൻ്റെ കൂടെ നിന്നവർ ഒക്കെ സ്തോത്രം യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ തള്ളിക്കളഞ്ഞു, യേശുവിനെ ഏകനായി വിട്ടിട്ട് മാറിപ്പോയി. പലവിധമായി താൻ സ്നേഹിച്ചവരും താൻ സ്തോത്രം കരുതിയവരും എപ്പോഴും തന്നോടുകൂടെ ഇരുന്നവരും ഒക്കെ യേശുവിനെ മറന്നു കളഞ്ഞപ്പോൾ, യേശുവിനെ വിട്ട് മാറിപ്പോയപ്പോൾ ഒത്തിരി മാനസിക സ്തോത്രം അസ്വസ്ഥതകൾ യേശുവിനുണ്ടായിരുന്നിരിക്കാമല്ലേ. എന്നാൽ സ്തോത്രം തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം യേശു ചെയ്തത് കൊണ്ട് അത് തന്നെയായിരുന്നു തൻ്റെ ആഗ്രഹവും. താൻ അതൊക്കെ പൂർണ്ണമായി നിവർത്തിക്കുവാൻ ഇടയായി തീർന്നു. പിതാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല എന്ന് യേശു കർത്താവ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്ന് നാം ചില പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പലരും നമ്മെ പരീക്ഷിക്കുന്നുണ്ടാകാം. സാധാരണ ചില പരീക്ഷകൾ നമുക്ക് വരുന്നുണ്ടാകാം. എന്നാൽ ഭാരപ്പെടേണ്ട, ദൈവവചനത്താൽ അതിനെ ജയിക്കുവാനും യേശു കർത്താവ് ചെയ്തതുപോലെ നാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയുള്ളവരാണെന്ന് നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവം മുൻപാകെ വിശ്വസ്തരായി ദൈവത്തെ നോക്കി, ആ പൊന്നുമുഖത്തെ നോക്കി നാം മുന്നേറുമ്പോൾ നിശ്ചയമായി ആ കഷ്ടം അനുഭവിച്ച പരീക്ഷിക്കപ്പെട്ട കർത്താവ് നമ്മോട് കൂടിയിരിക്കും. മാത്രമല്ല സ്തോത്രം പരീക്ഷിക്കപ്പെടുന്നവരായ നമ്മെ ഏത് നിലയിലും എപ്പോഴും ഏത് അവസ്ഥയിലും ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് കഴിവുള്ളവനാകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, ബലം കുറഞ്ഞു പോയിട്ടില്ല. അതെ, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നമ്മുടെ ദൈവത്തിനുണ്ട്. ആയതിനാൽ ഇന്ന് ഏത് സാഹചര്യത്തിലാണ് ഒരു സഹായത്തിനാൽ നാം കാംക്ഷിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത്, നാം ഭാരപ്പെടുന്നത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവിൻ്റെ പാദത്തിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി യേശു പരീക്ഷിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി യേശു കഷ്ടം അനുഭവിച്ചു, എനിക്ക് വേണ്ടി എനിക്ക് രക്ഷ നൽകുവാൻ വേണ്ടി യേശു ഇതൊക്കെ സഹിച്ചു. ആ യേശു കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, ആ യേശു കർത്താവിന് എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഒരു സമർപ്പണത്തോടെ നാം ദൈവം മുൻപാകെ ആയിരിക്കുമെങ്കിൽ നിശ്ചയമായി പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനായ യേശു കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെയും സഹായിക്കും, നമ്മെയും ശക്തീകരിക്കും. അതത് സമയത്ത് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി കർത്താവ് ജയത്തോടെ നടത്തും.
നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേനാഥ, അങ്ങ് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവാണല്ലോ. കർത്താവെ, കഴിഞ്ഞ നാളുകൾ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച അപ്പാ എബനേസറെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇനിയും കർത്താവെ അപ്പാ, അങ്ങ് ഞങ്ങളെ ശക്തീകരിച്ച് സഹായിച്ച് അപ്പാ സ്തോത്രം ജയത്തോടെ നടത്തുന്നതിനാൽ നന്ദി കർത്താവ്. അപ്പാ സ്തോത്രം സ്തോത്രം. സഹായത്തിനാരുമില്ലാതെ ചില സഹായങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം സഹായിപ്പാൻ കഴിവുള്ളവനായ കർത്താവിൻ്റെ വലിയ കരം അപ്പോൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. പരീക്ഷകളിൽ കഷ്ടങ്ങളിൽ തളർന്നു പോകാതെ സഹായിപ്പാൻ കഴിവുള്ളവനായ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് ബലം ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.